നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു മീൻ കറിയുടെ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു 1/2 കിലോ കേരമീൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി കഴുകി എടുക്കണം. അതിനായി ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയും ഈ മീൻ നന്നായി കഴുകിയെടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയും തയ്യാറാക്കാൻ പോകാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ചതഞ്ഞാൽ മതിയാകും. കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ, ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇനിയും കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. ഒരുവിധം ഒന്ന് വഴന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കാം. കൂടെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കും. അതായത് സാധാരണ മുളക് പൊടി ഒരു 3 ടീസ്പൂണുണ്ട്. ഇതിട്ട് കൊടുക്കാം. തീ വളരെ നന്നായി കുറയ്ക്കുക. അതിനുശേഷം ഒരു 4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. കൂടെ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇതൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ചെറുതീയിൽ ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പുളിയും ഉപ്പും കൂടെ ഇട്ട് വെച്ചിരിക്കുന്ന ഈ പുളിവെള്ളവും ഉപ്പുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ കിടന്ന് മസാല ഒന്ന് വേകട്ടെ. ഇതിൻ്റെ കൂട്ടത്തിൽ സ്വല്പം കായപ്പൊടി, അതുപോലെ തന്നെ ഉലുവാപ്പൊടി ഇതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. സ്വല്പം കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പൊടിയാണ്. സ്വല്പം മസാലയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെന്ത മസാലക്കൂട്ടിലേക്ക് തിളച്ച ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യാനുസരണം വെള്ളം ചേർക്കുക. എന്നിട്ട് ഈ മസാലയെല്ലാം നന്നായി ഈ വെള്ളത്തിൽ
യോജിപ്പിക്കുക. ഫ്ലെയിം കൂട്ടിക്കൊടുക്കുക. മസാലയും വെള്ളവുമായിട്ട് നന്നായി യോജിപ്പിച്ച ശേഷം ഈ വെള്ളം നന്നായി വെട്ടിത്തിളയ്ക്കുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇത് തിളയ്ക്കട്ടെ. മസാലക്കൂട്ട് നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയം മീഡിയം പരുവത്തിൽ തീയാക്കി കൊടുക്കാവുന്നതാണ്. ചെറുകെ ഇരുന്ന് വേകട്ടെ. പരക്കെ ഇങ്ങനെ അരപ്പ് നിന്നാൽ മതിയാകും. മീൻകറി എന്താ ആയെന്ന് നോക്കാം. നന്നായി തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കറിയെ നന്നായി ഒന്ന് ചുറ്റിക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അടച്ചു കൊടുക്കും. ഇപ്പോഴും അതിൻ്റെ തിള നിന്നിട്ടില്ല. ഇത് ഈ പരുവത്തിൽ ഓഫ് ചെയ്താൽ മതി. ഇത് അടുപ്പത്തിരുന്ന് നന്നായി വറ്റിക്കോളും. നല്ല ചാറെല്ലാം നല്ല കൊഴുപ്പായി. ഇനിയും ഈ മീൻ കഷ്ണത്തേൽ പിടിക്കണം ചാറ്. ഇനിയും കുറച്ചുകൂടി ഇരുന്ന് ഇത് വറ്റിക്കോളും. അങ്ങനെ മീൻ കറി തയ്യാറായി. ഇളക്കൊന്നും ചെയ്യല്ലേ, ഞാൻ തവി കൊണ്ട് ചെറുതായിട്ട് താത്ത് വെച്ചതാണ്. ഈ മീൻ കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇനിയും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി. പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഇനിയും കാണാം. നന്ദി, നമസ്കാരം.